ഞാൻ ഭയങ്കര ഹ്യൂജ് ബിരിയാണി ഫാനാ. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഭ്രാന്താ. എന്തോ പറഞ്ഞ സമയത്ത് എന്തോ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ബിരിയാണി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അതിനുശേഷം സുരാജേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ബിരിയാണി കൊണ്ട് തരാറുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി പറയും നേരത്തെ പോയി കഴിച്ചോ, വെറുതെ ചൂട് തനിയെ നിൽക്കണ്ട, വേഗം കഴിച്ചോ. ഞാൻ ഇതിന് മുന്നേ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു മമ്മൂട്ടി സർ ആൻഡ് പൃഥ്വിരാജ് സർ ഫാൻ ഗേൾ ആണ് എന്നുള്ളത്. പുള്ളിയുടെ ഒരു പടത്തിൽ വരിക, പുള്ളിയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, പുള്ളിയുടെ അടുത്തിരുന്ന് സംസാരിക്കുക, പുള്ളി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഡ്രീം കം ട്രൂ മൊമെൻറ്റാണ്. സ്റ്റോറി ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇവർ ഓൾ ഓഫ് എ സഡൻ പറഞ്ഞിങ്ങനെ മമ്മൂട്ടി സർ ഗൗതം സർ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഇനി എനിക്ക് മാറിയതാണോ അത് ഇവരുദ്ദേശിച്ച ആൾ തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ചതാണോ ഇവരുദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗൗതം സാറിന് ആക്ച്വലി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതായത് പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡും സംഭവങ്ങൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് പേടി വരും. പെട്ടെന്ന് ആ ഒരു ജെല്ലാവോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഈസ് വെരി ചിൽ. മദനോത്സവം കണ്ടവരാരും ആലിസിനെ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. എന്നോടൊപ്പം ഇന്ന് ആലിസാണുള്ളത്. ഭാമ, വെൽക്കം. ഹലോ. അപ്പം മദനോത്സവം ഇപ്പം ആദ്യ തിയേറ്ററിൽ വന്നു, അത് കഴിഞ്ഞപ്പോൾ ഒ ടി ടിയിൽ വന്നു. ഒ ടി ടിയിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അതാണ് ആദ്യത്തെ ചിത്രം, എങ്ങനെയായിരുന്നു എൻ്റെ ഒരു എൻട്രി? മദനോത്സവത്തിന് മുന്നേ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മോഡലിംഗ് കഴിഞ്ഞ് പിന്നെ ആഡ്സിൽ കുറച്ചുകാലം ഞാൻ പ്രൊമനൻ്റായി ആഡ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം മദനോത്സവത്തിൻ്റെ ഓഡിഷൻ വന്നു. ഓഡിഷൻ ഉണ്ടായിരുന്നു മദനോത്സവത്തിന്. ഓൾമോസ്റ്റ് നമുക്കൊരു 4 ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓഡിഷനിലൂടെയാണ് ഞാൻ മദനോത്സവത്തിലേക്ക് വരുന്നത്. അപ്പം മദനോത്സവത്തിലൊരു സുരാജിൻ്റെ ഒരു പേരായിട്ടാണ്, അതുപോലെ ഒരു കുട്ടിയുടെ അമ്മയായിട്ടൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? മദനോത്സവത്തിലെ പ്രിപ്പറേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് പ്രിപ്പറേഷൻസ് തന്നെയായിരുന്നു ആ ഒരു സ്പെസിഫിക് ക്യാരക്ടറിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കര കുറച്ച് ലീനായൊരു പേഴ്സൺ ആയിരുന്നു. അപ്പം അതിന്ന് പെട്ടെന്ന് കുറച്ച് തടിച്ച് ഒരു നാട്ടിൻപുറത്തൊരു സ്ത്രീയായി മാറുന്ന ആ ഒരു ടൈം പീരിയഡ് ഉണ്ടായിരുന്നു. പിന്നെ തോട്ട് പ്രോസസ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. അതായത് കുറേ കാര്യങ്ങൾ ആസ് എൻ തോട്ട് പ്രോസസ്സിലായിരുന്നു ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ചേഞ്ചസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ആലീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് സുധീഷേട്ടൻ വേണം എന്ന് പറഞ്ഞിരുന്നത്. ഒരു കണ്ണൂരുകാരിയാണ്. അപ്പോൾ അത് എത്രത്തോളം ഗുണം ചെയ്തു ആ സിനിമയിൽ എത്തിയപ്പോൾ? ഭാഷയിൽ അത്യാവശ്യം നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കൂടുതൽ അതിൽ കാസർഗോഡ് സ്ലാങ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ക ഒരു പ്രോമിനൻറ്റ് കണ്ണൂർ സ്ലാങ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. മോർ ഓഫ് കാസർഗോഡ് സ്ലാങ് ആണ് മദനോത്സവത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. അത് ശരിക്കും സൗദിയിലായിരുന്നു അല്ലേ? +2 വരെ? അതെ അതെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ണൂരേക്ക് വരുന്നത്? അത് കഴിഞ്ഞ് കണ്ണൂർ +1 വരെ സൗദിയിൽ, പിന്നെ +2 ഞാൻ കണ്ണൂരായിരുന്നു പഠിച്ചത്, പിന്നെ ഞാൻ തൃശ്ശൂർ. അപ്പം ഈ സ്ലാങ് പെട്ടെന്ന് പിടിക്കാൻ പറ്റും ഇവിടെ എത്തിയപ്പോൾ? അവിടുന്ന് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു? അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇപ്പം സുരാജേട്ടനായിട്ടായിരുന്നു ആദ്യത്തെ പടം. അപ്പം സുരാജേട്ടനെ പറ്റി എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് സപ്പോർട്ടൊക്കെ? സുരാജേട്ടൻ എല്ലാവർക്കും അറിയില്ല, മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർ. നല്ല രീതിയിൽ പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ന്യൂ കമ്മർ ആയിട്ട് പോലും ഇപ്പം എല്ലാ രീതിയിലും പുള്ളി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഓരോ ഡയലോഗ് ഇംപ്രവൈസ് ചെയ്യാനായാലും പുള്ളി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ന്യൂ കമ്മറാണ്, അതായത് ഹെസിറ്റേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും പുള്ളി പറഞ്ഞുതരും. ഇപ്പം ചോദിച്ചില്ലെങ്കിൽ പോലും പുള്ളി നിനക്കിതിങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളൊരു സാധനത്തിൽ പുള്ളി പറഞ്ഞു തരാറുണ്ട്. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു സുരാജേട്ടൻ. പുള്ളി കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നു. ഞാൻ ഭയങ്കര ഹ്യൂജ് ബിരിയാണി ഫാനാ. ഫുഡ് എന്താ കിട്ടിയില്ലെങ്കിലും എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫുഡിയായ ഒരാളാണ്. പക്ഷെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഭ്രാന്താ. അപ്പോൾ സുരാജേട്ടൻ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ആ ക്യാരക്ടറിന് വേണ്ടി തടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് ബിരിയാണിയാണ്. കാരണം ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞ സമയത്ത് എന്തോ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ബിരിയാണി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അതിനുശേഷം സുരാജേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ബിരിയാണി കൊണ്ട് തരാറുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി പറയും നേരത്തെ പോയി കഴിച്ചോ, വെറുതെ ചൂട് തനിയെ നിൽക്കണ്ട, വേഗം കഴിച്ചോ. അങ്ങനെ പറഞ്ഞ് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി മേടിച്ചു തരാറുണ്ട്. ഇപ്പം അത് കഴിഞ്ഞപ്പോൾ 2 സിനിമകൾ വരാനിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് ചോദിക്കാം. ഇപ്പം മമ്മൂക്കയായിട്ടുള്ള ഒരു പടം ബസൂക്ക, അതെങ്ങനെയായിരുന്നു ബസൂക്കയിലേക്കുള്ള ഒരു എൻട്രി? മദനോത്സവം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴാണ് എനിക്ക് ബസൂക്കയിലേക്കുള്ളൊരു കോള് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു. അതായത് ആദ്യം വിളിച്ചു, സ്റ്റോറി പറയാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓക്കെ എന്താ സംഭവം, ഇതിൽ ആരാന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം പോയി കണ്ടു. എൻ്റെ അടുത്ത് ബസൂക്കൻ്റെ ഡയറക്ടറിൻ്റെ ഒരു ഡീനോ ഡെനിസ് എന്നാണ്. അപ്പോഴും ഞാൻ പോയി. അപ്പം എനിക്ക് ഈ പേര് മാത്രമേ ഫെമിലിയർ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങളൊന്നും വലിയൊരു ഐഡിയ ഒന്നുമില്ല. അപ്പം ഞാൻ പോകുന്നു, ഇങ്ങനെ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ജസ്റ്റ് ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ പറയുന്നു. അപ്പം ഡീനോ വന്നിട്ടുണ്ട്, സുജിതേട്ടനും വന്നിട്ടുണ്ട്. 2 പേരും കൂടി വന്നാണ് ഈ സ്റ്റോറി പറയുന്നത്.
സ്റ്റോറി ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇവർ ഓൾ ഓഫ് എ സഡൻ പറഞ്ഞു ഇങ്ങനെ മമ്മൂട്ടി സർ ഗൗതം സർ ആണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇനി എനിക്ക് മാറിയതാണോ അത് ഇവരുദ്ദേശിച്ച ആൾ തന്നെയാണോ ഞാൻ ഉദ്ദേശിച്ചതാണോ ഇവരുദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം പിന്നെ ഇവർ പറഞ്ഞു ഇങ്ങനെയാണ് ഇതാണ് കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒബ്വിയസ്ലി പിന്നെ എനിക്ക് ആ പടം ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്യാരക്ടർ പറഞ്ഞു. അങ്ങനെയുള്ള എക്സൈറ്റിംഗ് ആയിരുന്നു ബസൂക്കയുടെ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത്. ഈ മദനോത്സവം കഴിഞ്ഞ് അതായത് ആ ഒരു എനിക്ക് ടൈപ്പ് കാസ്റ്റ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആലീസ് എന്നുള്ള ക്യാരക്ടറിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് എനിക്ക് ബസൂക്കയിൽ കിട്ടിയത്. ബസൂക്ക എന്ന് പറയുന്നത് മമ്മൂക്കയുടെ കാര്യം ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ ഉണ്ടോ? മമ്മൂക്കയായിട്ട് ആദ്യം കണ്ടപ്പോൾ എന്തായിരുന്നു സീൻസ്? നിങ്ങൾ പടം കാണേണ്ടി വരും. ഇപ്പോൾ പടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുക. പുള്ളീനെ കണ്ട സമയത്ത് ഞാൻ ഇതിന് മുന്നേ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായത് ഞാനൊരു മമ്മൂട്ടി സർ ആൻഡ് പൃഥ്വിരാജ് സർ ഫാൻ ഗേൾ ആണ് എന്നുള്ളത്. പുള്ളീനെ കണ്ട സമയത്തുള്ള എക്സൈറ്റ്മെന്റ് എന്നുള്ളത് അതായത് എന്താ പറയുക, ഡ്രീം കം ട്രൂ മൊമെന്റാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു പടത്തിൽ വരിക, പുള്ളിയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, പുള്ളിയുടെ അടുത്തിരുന്ന് സംസാരിക്കുക, പുള്ളി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നൊക്കെ പറയുന്നതിന് ഒരു ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. മമ്മൂക്ക ഇപ്പം ഒരുവിധം ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഭാമയ്ക്ക് എന്താ തോന്നിയോ മമ്മൂക്ക? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു കൂൾ വെരി സ്വീറ്റ് പേഴ്സൺ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബസ്സുകിട. അപ്പോൾ അതിലെ ഫസ്റ്റ് സീൻ തന്നെ നമ്മൾ ഗൗതം മേനോൻ സാറുമായിട്ടിരുന്ന് ഒരു പോപ്കോൺ ജീപ്പിൽ കഴിക്കുന്ന ഭാമയുടെ ഇതാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റ് സീനും ഉണ്ട്. അപ്പം ഗൗതം മേനോൻ സാർ ഒരുപാട് ഇപ്പം ഭാമയൊക്കെ ആണെങ്കിലും ഇപ്പം ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ ആദ്യം കണ്ട് അല്ലെ അദ്ദേഹത്തുമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമൊക്കെയാണ്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഗൗതം സാറിന് ആക്ച്വലി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതായത് പുള്ളിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആറ്റിറ്റ്യൂഡും സംഭവങ്ങളും കാണുന്ന സമയത്ത് പെട്ടെന്ന് പേടി വരും. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായത് ഗൗതം സാറിൻ്റെ കൂടെ നിൽക്കുക, ഗൗതം സാറിൻ്റെ കൂടെ ആക്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, നമ്മളിപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ആ ഒരു ജെല്ലാവോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഡെഫിനറ്റായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഈസ് വെരി ചിൽ, എന്താ പറയുക ഭയങ്കര ചില്ലായിട്ടുള്ളൊരു പേഴ്സണാണ് ഗൗതം സാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചത്ര ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മോർ ഈസിയർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ ഒരു ബഡ്ഡി ആയിട്ടാണോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒക്കെ നിങ്ങൾ പടം കാണേണ്ടി വരും. അടുത്തത് രേഖാചിത്രമാണ് വരാൻ പോകുന്നത് മൂവി. അത് 9-ാം തീയതി ഇറങ്ങും ജനുവരി. അതെ, ജനുവരി 9 ഇറങ്ങും. അപ്പോൾ അതിൽ ആസിഫ് അലിയുടെ ചിത്രമാണ്. അപ്പം അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു അതിലേക്കൊരു എൻട്രി? മദനോത്സവം കണ്ടിട്ടാണ് എന്നെ ജോഫിൻ വിളിക്കുന്നത്. അതായത് ജോഫിൻ്റെ മുന്നിലത്തെ പടം പ്രീസ്റ്റാണ്. അപ്പോൾ മദനോത്സവം കണ്ട് കഴിഞ്ഞിട്ടാണ്, സൂൺ ആഫ്റ്റർ മദനോത്സവം അല്ല, പക്ഷേ ജോഫിൻ മദനോത്സവം കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ രേഖാചിത്രത്തിലോട്ടുള്ള കോള് വരുന്നത്. അത് ആസിഫ് അലിയുടെ പേരായിട്ടല്ലേ? അതിൽ ആസിഫ് അലിയുടെ പേരായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. എൻ്റെ ക്യാരക്ടർ ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് ഞാൻ രേഖാചിത്രത്തിൽ. ഇപ്പം ആ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കഥകൾ വരുന്നുണ്ട്. ഒരു പണ്ട് ഉണ്ടായിരുന്ന മലയാളത്തിൻ്റെ ഒരു സിനിമയുടെ അവിടെ നടന്ന ഒരു കൊലപാതകം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് സത്യമുണ്ടോ? പടം കാണേണ്ടി വരും. അതൊക്കെ നിങ്ങൾ പടം കണ്ടതിന് ശേഷം മാത്രം പറയണം. ഫുൾ സസ്പെൻസ്. ജാൻ 9th എന്തായാലും റിലീസ് ആവില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു സിനിമയായിട്ട് സിമിലാരിറ്റി ഉണ്ട് അതിനകത്ത്. ത്രില്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ അതല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി യൂസ് ചെയ്തിട്ടാണ് രേഖാചിത്രം എന്ന് പറയുന്ന ഒരു പടം മൊത്തത്തിൽ പോകുന്നത്. അപ്പോൾ അതിൽ ത്രില്ലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രില്ലർ അല്ല, പക്ഷെ ഇപ്പം നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങൾ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് ചോദിക്കാനുണ്ടാവും. സോ സസ്പെൻസ് ജാൻ 9th നിങ്ങൾ കണ്ടിട്ട് പറയണം. അപ്പോൾ എങ്ങനെയാണ് ഭാമയ്ക്കൊരു ആക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങിയത് എന്നു മുതലാണ്? ആക്ടർ ആവുക എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്ക് ഇപ്പോൾ ഒരു ആക്ടർ ആവാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയൊരു കാര്യം. കാരണം എന്താ, പ്രത്യേകിച്ച് ഒരു ചെറിയ കുട്ടീനെ വെച്ച് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കുറേ എന്താ പറയുക ആൾക്കാരുടെ അടുത്ത് കാണുന്നു, പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. ചെറിയൊരു കുട്ടീനെ ഒരു പെർസ്പെക്ഷനിൽ നോക്കുകയാണെങ്കിൽ, കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് കൗതുകം ഞാൻ പറയാറുണ്ട്. ആൾക്കാരെ ചോദിക്കും എനിക്കൊരു ഫിലിം സ്റ്റാർ ആയാൽ മതി എന്നാണ് ഞാൻ പറയാറ്. ആക്ടറൊന്നും ഇല്ലല്ലോ, ഞാൻ ഫിലിം സ്റ്റാർ ആയാൽ മതി എങ്ങനെയാണ് പറയാറ്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ് സീരിയസ് ആയി ഒരു 12th ഒക്കെ കഴിഞ്ഞ് എന്താകണം എന്നാവുന്ന സമയത്ത് എനിക്ക് വേറെ ഒന്നും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോഴും എൻ്റെ ആഗ്രഹം നല്ല നല്ല സിനിമകൾ ചെയ്യണം, നല്ല നല്ല സിനിമയുടെ ഭാഗമാവണം, അങ്ങനെയുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഈ ആക്ടർ എന്ന് പറയുന്നതിലുപരി ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പം ആസ് ആൻ ആക്ടർ സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പം ഇതുവരെയുള്ള ജേർണിയിൽ? അങ്ങനെ ഇപ്പോൾ ചോദിച്ചാൽ ആരെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇതുവരെ ഇപ്പം നമ്മൾ മൂന്ന് സിനിമകൾ ചെയ്തു, 3 നല്ല ക്രൂവിന്റെ കൂടെ ചെയ്യാൻ സാധിച്ചു, അത് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഐ വിൽ സേ ദാറ്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. കാരണം ഈ ഇത്രയും 3 പടങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ, അതിന് ഐ എം വെരി വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. മാത്രമല്ല വളരെ നല്ലൊരു ക്രൂവിന്റെ കൂടെയാണ് ഈ 3 ചിത്രങ്ങൾ. അത് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണമെന്നില്ല. അല്ല, അപ്പം ഐ വിൽ സേ ദാറ്റ് ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ബിക്കോസ് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പടങ്ങളുടെ ഭാഗമാവണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ടച്ച് വുഡ് എനിക്കത് പറ്റി. അപ്പം ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇത് കഴിഞ്ഞ ബസൂക്കയും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് റിലീസസ് രേഖാചിത്രം കഴിഞ്ഞാൽ ബസൂക്കയാണ്. ഓക്കെ, ഒരു MBA കാരിയാണ്, അപ്പോൾ ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടോ അതോ അതൊക്കെ വിട്ടോ? ഇപ്പോഴും ഉണ്ട്. ഇതില്ലെങ്കിലും അത് വേണം, ഇതില്ലെങ്കിലും അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതിന് എനിക്കിപ്പോൾ അൾട്ടിമേറ്റ്ലി സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ എന്നാലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? സിനിമ തന്നെ? സിനിമ തന്നെ, നേരത്തെ പറഞ്ഞ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുക. ഒപ്റ്റിമിസ്റ്റിക് ആവുകയാണെങ്കിൽ എപ്പോഴും നല്ല സിനിമയുടെ ഭാഗമാവണം, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റണം. ഇതാണ് ഭാവി പരിപാടികൾ. ഇപ്പം നമ്മൾ മധുരോത്സവത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ മകളായിട്ട് അഭിനയിച്ചൊരു കുട്ടിയുണ്ട്. അതുപോലെ ഇപ്പൊ ബാബു അന്നി ചേട്ടനുണ്ട്, സുരാജ് ചേട്ടനുണ്ട്, അതുപോലെ അതിനകത്ത് ഒരുപാട് തമാശകളുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ക്യാരക്ടറാണ് ആലീസ് എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഈ കുട്ടിയുടെ അഭിനയവും അതിനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്തു. ക്യാരക്ടർ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ദിവസം ഷൂട്ടിൻ്റെ സമയമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഗ്രാജുവലി ആ ക്രൂ എനിക്ക് തോന്നുന്നു സുധീഷ് ചേട്ടൻ അത്രയും കംഫർട്ടബിൾ ആക്കിയാണ് ആ ഒരു മൊത്തം സെറ്റിനെ തന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം എത്രത്തോളം നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുമോ അതിപ്പം സുധീഷ് ചേട്ടൻ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതായത് പിന്നെ ആദ്യ ദിവസമുള്ള ടെൻഷൻ പിന്നെയുള്ള ദിവസങ്ങളിൽ അങ്ങ് ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സുരാജ് ചേട്ടനാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സുധീഷ് ചേട്ടനാണെങ്കിലും ആ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഫുൾ എന്താ പറയുക, എന്താണോ പുള്ളിക്ക് വേണ്ടത് എന്നുള്ളതിൽ പ്രിസൈസ്ലി സുധീഷ് ചേട്ടൻ പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എന്ന് പറയുന്ന എലമെന്റ് മധുരോത്സവം ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ ബസൂക്കയിലെ രേഖാചിത്രത്തിലൊക്കെ എത്തുമ്പോൾ അവിടെ ഈ സെറ്റിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും തമാശ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ സെറ്റിൽ? ബസൂക്കയുടെ സെറ്റിൽ ഞാൻ തോന്നുന്നു ഞാൻ കുറച്ചുകൂടി എന്താ പറയുക, എന്താ നടക്കുന്നത് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു സാധനം ബസൂക്കയുടെ സെറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ രേഖാചിത്രത്തിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ഒന്നും ആയിരുന്നില്ല. ഓക്കെ ഭയങ്കര. ആദ്യം ഷൂട്ട് കഴിഞ്ഞതാ ബസൂക്ക ആയിരുന്നോ രേഖാചിത്രമായിരുന്നു? രേഖാചിത്രം. പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും ഇപ്പം ബാമയുടെ നാടും വീട്ടുകാരും വീടും ഒക്കെ. അത് എൻ്റെ നേറ്റീവ് കണ്ണൂരാണ്, ഞാൻ ഇപ്പം താമസിക്കുന്നത് കൊച്ചിയിലാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇവരാണുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഫാമിലി തന്നെയാണ്. ഈ ഫാമിലിയോട് ആദ്യം സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഒരു മാൻഡറ്ററി കണ്ടീഷൻ സ്റ്റഡീസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, അല്ലാതെ അതൊരു സൈഡിലാക്കി സിനിമ മുന്നിൽ ഭയങ്കര പ്രയോറിറ്റൈസ് ചെയ്യരുത് എന്നുള്ളൊരു കണ്ടീഷനാണ് വീട്ടിൽ അമ്മ വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് രണ്ടും, ഞാൻ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തത് സിനിമയാണ്. പക്ഷേ എന്നാലും അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ കോഴ്സ് അമ്മ പറഞ്ഞിരുന്നു PG ചെയ്യണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പം അമ്മേനെ ഹാപ്പിയാക്കി, പപ്പനെ ഹാപ്പിയാക്കി, എനിക്ക് വേണ്ടത് ഞാനും ഹാപ്പിയായി പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.